ഹലോ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഈ കട കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലേ, ചേച്ചി ഭയങ്കര ഷോപ്പിങ്ങിനുള്ള തത്രപ്പാടിലാണെന്ന്. ഷോപ്പിങ്ങിനുള്ള തത്രപ്പാടിലാണ്. ഭയങ്കര വലിയ ഷോപ്പിംഗ് ഒന്നുമല്ല, എന്നാലും നമ്മളൊരു യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കുറച്ച് ക്ലോത്തിങ്സ് ഒക്കെ പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ. ചെറിയൊരു യാത്രയ്ക്കുള്ള മുന്നോടിയാണ് കേട്ടോ. യാത്രയുടെ കാര്യങ്ങളും വിവരങ്ങളൊക്കെ ഞാൻ പറയുന്നതാണ് കേട്ടോ. ഇത് വന്നിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ റിലയൻസ് ട്രെൻഡ്സ് ആണ്. എറണാകുളത്തുള്ളവർക്ക് ഇത് നമുക്ക് ലൊക്കേഷൻ ഞാൻ പറഞ്ഞറിയാൻ പറ്റും. ആലുവ പുളിഞ്ചോട് മെട്രോ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ട്രെൻഡ്സ് ആണ് ഇത്. മെട്രോ ഇറങ്ങി നമുക്ക് ഓടി വരാനുള്ള ഷോപ്പുള്ളൂ. ഇവിടെ ഞാൻ വന്നത് സ്പെഷ്യൽ റിക്വസ്റ്റ് ഓൺ ഇവ ആൻഡ് സെറ, ബിക്കോസ് ഈ ട്രെൻഡ്സിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു KFC സ്റ്റോൾ ഉണ്ട്. അപ്പം ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് അവർക്ക് ചിക്കൻ കഴിക്കണം എന്ന ഡിമാൻഡിലായിരുന്നു വന്നത്. പക്ഷേ KFC സ്റ്റോൾ മെയിൻ്റെനൻസിൻ്റെ ഭാഗമായിട്ട് അടച്ചിട്ടിരിക്കുമായിരുന്നു. രണ്ട് കുട്ടികളും നിരാശരായി, വേറെ ഒരു രക്ഷയില്ല. അപ്പം പിന്നെ സെറ ഭയങ്കര ഡിസ്റ്റർബ്ഡായി, ഇവ അതിലേറെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു കേട്ടോ. കാരണം രാവിലെ കഴിച്ചെങ്കിലും പിള്ളേരാണല്ലോ, അവർ പുറത്തിറങ്ങുമ്പോൾ അവർ എന്ത് കഴിക്കണം, അങ്ങനത്തെ വെറൈറ്റി ചിന്തകളായിരിക്കും. നമുക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ടിട്ട് കൂടുതൽ നമ്മൾ അതിലോട്ട് ഇൻവോൾവ് ചെയ്യാണ്ട് വന്ന കാര്യം നടത്തിയിട്ട് പോകാനേ നോക്കത്തുള്ളൂ. അപ്പം സെറയുടെ കാര്യം കണ്ടോ, സെറ ടാഗൊക്കെ ആയിട്ട് പോകുന്ന കണ്ടോ ഡ്രസ്സിൻ്റെ. വേറൊന്നുമല്ല, അവൾ ഇട്ടിരുന്ന ഡ്രസ്സ് അവൾ പറഞ്ഞു, അമ്മ എനിക്ക് ചൂടെടുക്കുന്നു. കാരണം ബോക്സറും ടീഷർട്ടും ആയിരുന്നു. അപ്പം ജീൻസിൻ്റെ ബോക്സർ ആകുമ്പം കൊച്ചിന് തന്നെ ഒരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്തു. അവൾ കംഫർട്ടല്ലാത്ത രീതിയിൽ പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു നമുക്കത് മാറ്റിയേക്കാം, നമുക്ക് ഭയങ്കര ലൈറ്റായിട്ടുള്ളൊരു കുഞ്ഞൊരു ഫ്രോക്ക് വാങ്ങാം. അപ്പോൾ ആ ഫ്രോക്ക് ഞാൻ അവിടെ വെച്ചിട്ട് തന്നെ ഇടിച്ചു. അപ്പോൾ അതിൻ്റെ ടാഗ് അവർ സ്കാൻ ചെയ്യാൻ നോക്കുന്നതാണ് ആ കാണുന്നത് കേട്ടോ. ഫുഡ് റെഡിയല്ല എന്ന് വന്നപ്പം പുള്ളിക്കാരത്തിയുടെ മുഖവും മാറിയതാണ് ആയിരിക്കുന്നത് കേട്ടോ. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് നേരെ പോയത് നമ്മുടെ ലുലു മോളിലേക്കാണ്. ലുലു മോളിൽ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നിയെന്ന് ഹൈപ്പറിലും കയറാമല്ലോ, വല്ല ഓഫറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സംഭവങ്ങൾ പർച്ചേസ് ചെയ്യാമല്ലോ. മാത്രമല്ല കുട്ടികളുള്ളതല്ലേ, ലുലുവിൽ പോകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് പോയാൽ എനിക്ക് ബോറടിക്കും. പിന്നെ ഹൈപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ഇവരില്ലാത്തതാണ് നല്ലത്. പക്ഷേ എന്നാലും ഞാൻ കരുതി ഒരുമിച്ച് അങ്ങോട്ട് പോവാമെന്ന് കരുതി. പിന്നെ സെറയ്ക്കാണെങ്കിൽ ലുലു പോവാമെന്ന് പറഞ്ഞപ്പം ഭയങ്കര സന്തോഷമായി. അവൾക്ക് അവിടെ ഒരു പ്ലേ സ്റ്റേഷൻ കളിക്കാൻ പോകാൻ ഇഷ്ടമാണ്. പിന്നെ അവിടെ ഒരു മാക്ഡൊണാൾഡ്സിൻ്റെ ഐസ്ക്രീം ഉണ്ട്. ആ മാക്ഡൊണാൾഡ് മാത്രമേ ഉള്ളൂ അവൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഐസ്ക്രീം. പിന്നെ നാച്ചുറൽസും കൊടുക്കാം. വേറെ എന്ത് കൊടുത്താലും പാവത്തിന് അലർജിയാവും. ഞാനിവിടെ ചെന്നപ്പോൾ ഉണ്ടല്ലോ, ഇത്രയും ശാന്തമായിട്ടുള്ളൊരു സ്ഥലം വേറെ എങ്ങില്ല. വേറൊന്നല്ല, 12:30 മണിയായിരുന്നു ഉച്ചയ്ക്ക്. നല്ല മൂകത, അതായത് നല്ല എന്താ പറയുക, സെറൈൻ അറ്റ്മോസ്ഫിയർ എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതേപോലെ ഫീൽ ചെയ്തു. അത് വേറൊന്നും കൊണ്ടിട്ടല്ല, ഈ വൈകുന്നേരം ആകുമ്പോഴേക്കും തിരക്ക് വരും, സ്വാഭാവികമാണ്. ഒത്തിരി പേര് മോൾസിൽ വരും, അങ്ങനെ ഇങ്ങനെയൊക്കെ തിരക്കായിരിക്കും. ഞാൻ എൻ്റെ ഹസ്ബൻഡായിട്ട് ഏറ്റവും കൂടുതൽ ഇടിപിടിക്കുന്നത് ലുലു മോളിൽ പോകുന്നതിന് മുമ്പാണ്. ഞാൻ ലുലുവിൽ പോകുന്നത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വേറൊന്നുമല്ല, ഹൈപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് അത്യാവശ്യം സംഭവങ്ങൾ വാങ്ങണം എന്നൊക്കെയുള്ള രീതിയിലാണ്. പക്ഷേ ഇവർ വീട്ടിൽ ഇവിടെ എത്തും തന്നെയാകും 9:30-10 മണി. വീട്ടിൽ നിന്ന് 9:15 ഇറങ്ങും, ഇവിടെ 10 മണിക്ക് എത്തും. അങ്ങനെയാണ് സംഭവിക്കാറുള്ളത്. അപ്പോഴേക്കും നമുക്ക് മോൾസ് അടച്ചിട്ടുണ്ടാവും, ഹൈപ്പർ മാർക്കറ്റ് അടച്ചിട്ടുണ്ടാവും ഏകദേശം. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഇടിയാവും. അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു വരുവാണെങ്കിൽ ഒരു കോംപ്രമൈസിലെത്തി. ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് സംഭവങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ളപ്പം ഞാൻ ആദ്യം പോയിക്കോളാം, നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ ഫ്രീ ആകുമ്പോൾ വന്നാൽ മതി എന്നുള്ള ധാരണയിലെത്തി. ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ 4 തല്ലിപ്പിരിയും. കാരണം വേറൊന്നുമല്ല, ഇത് തന്നെ പ്രശ്നം. ഞാൻ ഒരു സമയത്തിന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ 1/2 മണിക്കൂർ മുന്നേ റെഡിയായി നിൽക്കും. പുള്ളിക്കാരൻ ഇപ്പം 9:30 ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9:20 ആകുമ്പോഴായിരിക്കും റെഡിയാവാൻ കയറുന്നത്. അതാണ് ആളുടെ പ്രശ്നം. പിന്നെ ഫോണായിട്ട് ടോയ്ലറ്റിൽ കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ വരുന്നത് ചിലപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈഫൈ അങ്ങോട്ട് ഓഫ് ചെയ്ത് കളയും. പിന്നെ നെറ്റ് കിട്ടില്ലല്ലോ. അതൊക്കെയാണ് എൻ്റെ പുതിയ ഐഡിയകൾ. ഈ മദർ കെയർ എന്ന് പറയുന്ന ഷോപ്പ് ഉണ്ടല്ലോ, ഇപ്പം കണ്ടില്ലേ, അത് വേറെ ഒന്നല്ല. സെറക്കുട്ടിക്ക് ഒരു 8 മാസം ഉള്ളപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ കങ്കാരു ബാഗ് വാങ്ങാൻ വേണ്ടി പോയി. അപ്പോൾ കങ്കാരു ബാഗിൽ ഇരുത്തിയപ്പം ഇവളാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് എന്നെ അമ്മച്ചി എന്ന് വിളിച്ചത് ആ സമയത്താണ്, പേടിച്ചിട്ട്. അമ്മ എന്നാണ് അവൾ വിളിക്കുന്നത്. കൊച്ചിന് എവിടെ നിന്ന് കിട്ടിയെന്നറിയില്ല ആ പേര്. അമ്മച്ചി എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു, അമ്മച്ചി എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ ആകെ അന്താളിച്ചു പോയി. കങ്കാരു ബാഗ് വാങ്ങിച്ചില്ല, കൊച്ചു കംഫർട്ടല്ല, അത് വാങ്ങാണ്ട് ഒക്കത്ത് തന്നെ ഇരുത്തിയിട്ടാണ് ഇവളെ പിന്നെ അങ്ങ് വളർത്തിയെടുത്തത്. നമ്മളും അങ്ങനെയൊക്കെ തന്നെ താഴത്തെ കഴിഞ്ഞല്ലേ വളർന്നിട്ടുള്ളതെന്നൊക്കെ വിചാരിച്ചു. അപ്പം പിന്നെ എന്തിൻ്റെ ആവശ്യമിരിക്കുന്നു, കൊച്ചു പേടിയാണെങ്കിൽ നമ്മൾ ആ പണിക്ക് പോവാതിരിക്കുന്നതല്ലേ നല്ലത്. ഇവിടെ വന്നിട്ട് KFC കഴിക്കാമെന്ന് വിചാരിച്ചു. അവിടെയും നല്ല ശാന്തതയായിരുന്നു കേട്ടോ.
ചൊവ്വാഴ്ചയായിരുന്നു, ബുധനാഴ്ചയാണെങ്കിൽ ഓഫർ കിട്ടിയേനെ. അപ്പം എനിക്കൊരു പനീർ ബർഗറും ഓർഡർ ചെയ്തു. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ചിക്കനും പിന്നെ കുറച്ച് ആഡ് ഓൺസും കൂടെ അതിൻ്റെ കൂടെ പറഞ്ഞു. 2-3 മയണൈസും ഒരു എക്സ്ട്രാ ഫ്രഞ്ച് ഫ്രൈസ് ആണെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഭയങ്കര അധികം എനിക്കും വിശന്നു കേട്ടോ. പക്ഷേ വളരെയധികം ടയേർഡായിപ്പോയി എന്ന് വേണം പറയാൻ. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ കഴിച്ചായിരുന്നു. എന്നാലും നമ്മൾ ഈ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, നമ്മളൊന്ന് ഇട്ട് നോക്കും, എല്ലാം കഴിയുമ്പോൾ ഉണ്ടല്ലോ വല്ലാണ്ട് അങ്ങ് ക്ഷീണത്തിലായിപ്പോവും. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് വിശന്നു. അതുകൊണ്ടിട്ട് എങ്ങനെയെങ്കിലും സംഭവം കയ്യിൽ കിട്ടി അങ്ങ് എന്താ പറയുക തിന്നാൽ മതി എന്നായിപ്പോയി കേട്ടോ. അങ്ങനെ ഞാൻ സെറയ്ക്കാണെന്നുണ്ടെങ്കിൽ വന്ന് അങ്ങ് എവിടെയെങ്കിലും ഇരുന്നാൽ മതി എന്നായിരുന്നു. സാധാരണ വീഡിയോ എടുത്തൊക്കെ കഴിക്കാനിരിക്കുന്ന ആളാണ് കേട്ടോ സാർ. അതൊന്നും നോക്കിയിരുന്നില്ല. ഞാനാ പറഞ്ഞു നമുക്കൊരു വീഡിയോയ്ക്ക് നമുക്കൊന്ന് ഒരു ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്തിട്ടൊക്കെ എടുക്കാം സെറക്കുട്ടി എന്നൊക്കെ പറഞ്ഞപ്പം ആണ് അവളൊന്ന് ഓക്കെ ആയി ഫോട്ടോയ്ക്ക് വന്നത്. അല്ലെങ്കിൽ എന്നെക്കാളും മുന്നേ അവളാണ് പറയുന്നത് അമ്മ വീഡിയോ എടുക്കണ്ടേ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഏകദേശം അവർക്ക് 2 പേർക്കും എനഫായിരുന്നു. 6 പീസസിൻ്റെ ആയിരുന്നു. എൻ്റെ പനീർ ബർഗർ ആയിരുന്നു. ഇത് വന്നിട്ട് എന്തുവായിരുന്നു ഇതിൻ്റെ പേര്? ഇത് അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും. ഹോട്ട് വീൽസ് എന്ന് പറഞ്ഞിട്ടുള്ള എന്തോ ഒരു ബ്രാൻഡാണ്. എനിക്കിതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. എനിക്കിതൊന്നും ഇഷ്ടമല്ല കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ നടുക്ക് വന്ന് കിടന്നേനെ. ഞാൻ ഓർക്കുമായിരുന്നു എപ്പോഴും ഹസ്ബൻഡിനെ ഞാൻ വഴക്ക് പറയും, ഇപ്പോഴും ഹെലികോപ്റ്ററും കുഞ്ഞി പിള്ളേർ കളിക്കുന്ന സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ. പക്ഷേ ഹസ്ബൻഡിൻ്റെ പോലെയുള്ള ഒരുപാട് ഭ്രാന്തന്മാരെ എനിക്കിന്നിവിടെ കാണാൻ പറ്റി. ഇത് വന്നിട്ട് നമ്മളുടെ ഒരു ഹൈപ്പർ മാർക്കറ്റ് അല്ല, ലുലുവിലുള്ള തന്നെ ഒരു ഇങ്ങനത്തെ എന്താ പറയണത് മറ്റേ ജുംക്കയും അതേപോലെ തന്നെ ആക്സസറീസും അതുപോലെ തന്നെ നമ്മളുടെ ചാംസും അങ്ങനെ ഒരുപാടുള്ളൊരു ഷോപ്പാണ്. അതൊരു നോർത്ത് ഇന്ത്യൻ്റെ ആണ് കേട്ടോ. ഞാൻ വെറുതെ നോക്കിയെന്നേ ഉള്ളൂ, ഞാൻ വാങ്ങത്തൊന്നുമില്ല. ഭയങ്കര വിലയാണല്ലോ. വെറുതെ കണ്ടപ്പോൾ ഒരു രസത്തിന് വേണ്ടി നോക്കി. കുറേ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. വെറുതെ നോക്കിയെന്നേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങാനല്ലേ ഉള്ളൂ. പിന്നെ വന്നിട്ട് ഇത് നമ്മളുടെ മാക്ഡൊണാൾഡ്സ് സെറക്കുട്ടിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു ഏരിയ ആണ് കേട്ടോ. അപ്പം ഇവ പറഞ്ഞു ഇവയ്ക്ക് കഴിക്കണ്ടെന്ന് പറഞ്ഞു. ബിക്കോസ് അവൾ ഈ പറഞ്ഞതുപോലെ ചുമയും കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം ട്രിപ്പ് പോവുകയാണല്ലോ പുള്ളിക്കാരത്തി. അപ്പം വളരെ മാന്യമായിട്ട് ഞാൻ മാക്സിമം അവൾ ഞങ്ങളെ കൊണ്ട് കഴിപ്പിക്കാതിരിക്കാനൊക്കെ നോക്കി. പക്ഷേ നമ്മൾ കഴിച്ചു. ഞാനും സെറക്കുട്ടിയും ഓരോന്ന് വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. അവിടെയാണെങ്കിലും അധികം തിരക്കുണ്ടായിരുന്നില്ല. അവിടെയുള്ള ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓരോരോ ഫ്ലേവറുള്ളൂ. നോർമൽ പ്ലെയിൻ ആയിട്ടുള്ള വാനിലയുടെ ഒരു ഫ്ലേവറാണുള്ളത്. അല്ലാതെ ഓറിയോ മിക്സ് ഒന്നും ഇവിടെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ചോക്ലേറ്റും കാര്യങ്ങളും ഒന്നും ഇഷ്ടമല്ല. ഓറിയോൻ്റെ അല്ല, ചോക്ലേറ്റിൻ്റെ ഇഷ്ടമല്ല. ഞാനൊരു ഓറിയോൻ്റെയാണ് വാങ്ങിച്ചത്. വാനിലയിൽ തന്നെ ചെറുതായിട്ട് ഓറിയോ സ്പ്രിങ്കിൾ ചെയ്തത്. അല്ലാണ്ട് ചോക്ലേറ്റ് കംപ്ലീറ്റ് ആയിട്ടുള്ളത് കഴിക്കുമ്പോൾ മട്ടിച്ചു പോകുമല്ലോ. പിന്നെ എനിക്കിതിൻ്റെ ഏറ്റവും ഇഷ്ടം അവരുടെ കോൺ ആണ് കേട്ടോ. കഴിക്കുന്നവർക്കറിയാൻ പറ്റും അത്ര വലിയ സ്വീറ്റ് അല്ല, ഭയങ്കരമായിട്ട് സ്വീറ്റൻഡ് അല്ലാണ്ട് ഭയങ്കര ക്രിസ്പി ആയിട്ടുള്ള ഒരു കോണാണ്. കുറച്ച് നേരം അവിടെ ഇരുന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു കൂപ്പൺ കിട്ടിയായിരുന്നു. ക്യാപ്പിച്ചീനോ ഓഫർ എന്ന് പറഞ്ഞിട്ട് കിട്ടിയായിരുന്നു. ഞാൻ വിചാരിച്ചു പറ്റുമെങ്കിൽ ഇതും കൂടി കഴിക്കാം. 99 റുപ്പീസിന് എന്തോ കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ സൈറ്റിൽ കയറിയിട്ട് എൻ്റർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ. പക്ഷേ ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞപ്പം എന്തോ സ്ഥലം ഉണ്ടായില്ല. ബർഗറും അതേപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ കഴിച്ചപ്പോൾ തന്നെ ഏകദേശം ഫില്ലായായിരുന്നു. പിന്നെ ഇതും കൂടെ കഴിച്ച് ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞപ്പോൾ അതുകൂടെ ഫില്ലായി. പിന്നെ ഞാൻ കരുതി ഇനിയും വേണ്ട, നമുക്ക് വിശക്കുവാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതി. അങ്ങനെ ഫൺചൂറ ഇവിടെയാണ് കേട്ടോ. പക്ഷെ ഇവിടെ വന്നപ്പോഴായിരുന്നു എൻ്റെ പൊന്നോ ഒന്നും പറയണ്ട. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ തന്നെ ഇവർ ഞങ്ങളെ ഒരു റെഡ് ലിസ്റ്റിൽ ഇട്ടതായിരുന്നു ഏകദേശം. കാരണം കൊച്ചിൻ്റെ ഹൈറ്റായിരുന്നു പ്രശ്നം. കൊച്ചിന് വന്നിട്ട് 7 വയസ്സാണ്. അവക്കടെ ബൂട്ട്സൊക്കെ ഊരിച്ചു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ കേട്ടില്ല എന്ന് വിചാരിച്ചു. നമ്മുടെ എയർപോർട്ടിനെക്കാട്ടിലും വലിയ ചെക്കിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ ചേച്ചിയോട് പറഞ്ഞു. പക്ഷെ അവർക്ക് അതിൻ്റേതായ കുറേ മാനദണ്ഡങ്ങൾ ഉണ്ടാവുമല്ലോ. നമ്മൾ കൂടുതൽ തർക്കിച്ചിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഞാൻ മോളോട് പറഞ്ഞു നീ ഒന്ന് റിലാക്സ് ചെയ്ത് നിൽക്കും എന്നൊക്കെ പറഞ്ഞ് തല പിടിച്ച് എന്നെ കുനിച്ചൊക്കെ നോക്കി അവളുടെ. പക്ഷെ കൊച്ചിനെ അറിയത്തില്ലല്ലോ കള്ളത്തരങ്ങളൊന്നും. എന്നാലും അവരവളെ കയറ്റി കേട്ടോ. ഇതായിരുന്നു ആ ചേച്ചി. അപ്പോൾ ചേച്ചി ഇങ്ങനെ പറഞ്ഞു കുഴപ്പമില്ല കയറിക്കോ, അത് കവറായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ നെക്സ്റ്റ് ടൈം നടക്കില്ലെന്ന് എനിക്കറിയാം. കാരണം ഇവർക്ക് ഇത്തിരി ഹൈറ്റ് ഉണ്ട് 2 പേർക്കും.
അങ്ങനെ അതെ പിന്നെയും പുള്ളിക്കാരൻ പറഞ്ഞു ഒന്നുകൂടെ നോക്കട്ടെ എന്ന് പറഞ്ഞു. കാരണം അവർക്ക് അവിടെ നിന്ന് കിട്ടിയ ഇൻസ്ട്രക്ഷനാണെന്ന്. അപ്പം ഞാൻ മോളോട് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ അവൾ പിന്നെ ഞാൻ കരുതി ഇവിടെ കളിക്കാൻ പറ്റിയില്ലെങ്കിൽ ഏറ്റവും മോളിൽ കൊണ്ടുപോകാമെന്ന് ഞാൻ കരുതി. കാരണം അപ്പം ഞാൻ പറയുവാണ് കേട്ടോ, നീ ഇത്തിരി റിലാക്സ് ചെയ്ത് നിൽക്കൂ എന്ന് പറയുവാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു അവളുടെ മുടിയാണ് അത് അങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. എവിടെ നിന്ന് കുറച്ച് ഹൈറ്റ് എവിടെ ഇത്തിരി പൊങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു മോള്, പക്ഷെ നമ്മളത് പറയില്ലല്ലോ. ഇപ്പം നെക്സ്റ്റ് ടൈം ഞാൻ പറഞ്ഞതുപോലെ നടക്കില്ല. അങ്ങനെ അതിനകത്ത് കയറി. അപ്പോൾ അവർ പറഞ്ഞ റീസൺ വേറെ ഒന്നുമല്ല, പറഞ്ഞതുപോലെ ചില ടോയ്സിലെയും കാര്യത്തിലൊക്കെ ഹൈറ്റ് കൂടിയ കുട്ടികൾ കയറുമ്പം അവർക്ക് കുഞ്ഞു കുട്ടികൾ കയറുന്ന സ്ഥലമാണല്ലോ, അപ്പോൾ ആ കൊച്ചു കുട്ടികൾക്ക് പ്രശ്നമുണ്ട്. പിന്നെ അവരും എടുത്ത് ചാടുകയൊക്കെ ചെയ്യപ്പം അവർക്കും ഈ പറഞ്ഞതുപോലെ സേഫ്റ്റി മെഷേഴ്സ് മീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അവർക്ക് അവിടെ നിന്ന് കിട്ടിയ നിർദ്ദേശമാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, പക്ഷേ ഈ പ്രാവശ്യത്തേക്ക് കയറ്റി. അങ്ങനെ ഞാനും ഇവയെ മാത്രമാണ് ഫൈനലി ഹൈപ്പർ മാർക്കറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഹൈപ്പർ മാർക്കറ്റിൽ നമ്മളുടെ പിസ്തയും കാര്യങ്ങളിലൊക്കെ ഞാൻ ഇവിടെ നിന്നാണ് കേട്ടോ മിക്കവാറും ഷോപ്പ് ചെയ്യാറുള്ളത്. അത്യാവശ്യം ഓഫറുണ്ട്. ഒരു 750 രൂപയുടെയൊക്കെ ഒരു 510 രൂപയ്ക്കൊക്കെ കിട്ടും. ആ ഒരു ഓഫർ 510 അല്ല 549 തോന്നുന്നു. അങ്ങനെ ഞാനൊരു പാക്കറ്റ് ആൽമണ്ടും അങ്ങ് എടുത്തു. കാരണം ഇതൊക്കെ നമ്മൾ എപ്പോഴും എന്താ പറയുക സ്റ്റോക്ക് ചെയ്ത് വെക്കുക. ആ സമയത്ത് വാങ്ങാൻ ചെല്ലുമ്പോൾ നമുക്ക് പിന്നെ നമ്മൾ പറ്റിയ ഓഫറിനൊന്നും കിട്ടിയില്ലെങ്കിലും ബുദ്ധിമുട്ടാവും. ഹൈപ്പർ മാർക്കറ്റിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എപ്പോഴും തിരക്കാണ് കേട്ടോ. അവിടെ അറിയാമല്ലോ, അവിടെ അങ്ങനെ വലിയ തിരക്ക് കുറവൊന്നും ഉണ്ടാവാറില്ല. എനിക്ക് തോന്നുന്നു നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഈ ഓഫർ സെക്ഷൻ എനിക്ക് ഇതുവരെ എനിക്ക് തോന്നുന്നു ലുലു തുടങ്ങിയപ്പോൾ തൊട്ട് ശ്രമിക്കുന്ന ഒരു കാര്യമാണ് ഈ ഓഫർ സെക്ഷൻ മൊത്തം ഒന്ന് സ്വസ്ഥമായിട്ട് നടന്ന് കാണണം എന്ന്. ഇത്ര നാളായിട്ട് നടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ അത് എന്തെങ്കിലും നടത്തണം. കുറേ ഓഫേഴ്സ് ഉണ്ട്. ഈ പറഞ്ഞതുപോലെ കുറേ ഡിഷ് വാഷസ് ആണെന്നുണ്ടെങ്കിലും അതേപോലെ പേസ്റ്റ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പം വന്നിട്ട് നമ്മളുടെ ഈവയ്ക്ക് പോകാനുള്ളത് കൊണ്ടിട്ട് അവളുടെ സ്പെഷ്യൽ പർച്ചേസാണ് ഇന്ന് നടന്നുണ്ട്. പക്ഷെ ഞാൻ വന്നപ്പം ഉടനെ തന്നെ നമ്മളുടെ ലിക്വിഡ് വാഷ് എടുത്തു, ഡിറ്റർജൻറ്റ് വാഷ് എടുത്തു. അത് 2 എണ്ണം ഞാൻ എടുത്തു കേട്ടോ. സംഭവം നല്ല ഓഫറാണ്. അത് ഏകദേശം 420 അത്ര റേറ്റൊക്കെ ഉള്ളൂ. 3 ലിറ്റേഴ്സ് ആണ് പ്ലസ് 2 ലിറ്റേഴ്സ് ഫ്രീ അങ്ങനെയാണ് കേട്ടോ. അപ്പം ട്രോളിയിൽ സത്യം പറഞ്ഞാൽ അധികം ഇല്ല ഇപ്രാവശ്യം. ഞാൻ പറഞ്ഞില്ലേ ഇവ സ്പെഷ്യൽ പർച്ചേസിങ് ആണ്. അപ്പം ഇവയ്ക്ക് വേണ്ട കുഞ്ഞു കുഞ്ഞു ക്രീംസും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതിൻ്റെ ഒരു പാക്കിംഗ് വീഡിയോ ഞാൻ ഇടുന്നതാണ് കേട്ടോ സംഭവം. പിന്നെ ഇത് വന്നിട്ട് നമ്മളുടെ ലുലുവിൽ തന്നെയുള്ള നമ്മുടെ ഫിഷൊക്കെ നല്ല ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഞാനിങ്ങനെ സ്കിഡും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് കുട്ടികൾക്ക് കൊതി വരുമ്പോൾ ഇവിടെ നിന്നാണ് കേട്ടോ വാങ്ങാറുള്ളത്. പിന്നെ വന്നിട്ട് അത്യാവശ്യം ട്രോളി സംഭവങ്ങളൊക്കെ ഫില്ലായി. അങ്ങനെ ഞാൻ നമ്മുടെ ബില്ലിംഗ് സെക്ഷനിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞില്ലേ ഒരു 5:30 4:30 ആ ടൈമായിരുന്നു കേട്ടോ. അതുകൊണ്ടിട്ട് ഭയങ്കര തിരക്കൊന്നുമില്ല. വരുന്നെങ്കിൽ ഈ സമയത്ത് വരണം. അതിനുശേഷം നേരെ ഞാൻ മുകളിലേക്ക് നമ്മുടെ ഫാഷൻ സ്റ്റോറിലേക്ക് പോയി. ഫാഷൻ സ്റ്റോറിൽ പോയി കഴിഞ്ഞപ്പോഴും ഇതേപോലെ തന്നെ സ്വസ്ഥമായിട്ട് എനിക്ക് പാക്ക് ചെയ്യാൻ പറ്റി. ബില്ലിങ്ങിനുള്ള ചേച്ചിയായിട്ട് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് അവരെയൊക്കെ ഒന്ന് സന്തോഷിപ്പിച്ച് സുഖമാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഇവൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സാൻഡൽസും അതേപോലെ തന്നെ വേസ്റ്റ് ബാഗും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങാൻ പോയതാണ് കേട്ടോ. പിന്നെ സെറയ്ക്ക് ഒരു ഷൂസും വാങ്ങിച്ചു. കാരണം അവരുടെ ക്രിസ്മസ് സെലിബ്രേഷൻ വരുന്നുണ്ടല്ലോ. അപ്പം ഞാൻ അഡ്വാൻസ്ഡ് ആയിട്ട് വാങ്ങിച്ചു വെച്ചു. ആ ടൈം ആകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട മോഡലൊക്കെ ചിലപ്പോൾ തീർന്നു പോയിന്ന് വരും. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടയേർഡായി. കാരണം രാവിലെ ഒരു 9:30 ഇറങ്ങിയതാണ്. ട്രെൻഡ്സ് തൊട്ടിട്ട് ലുലു മോൾ വരെ അവിടെ ഇവിടെ എല്ലാം കറങ്ങി. ഞങ്ങൾ കുറേ വീഡിയോ കാണിച്ചിട്ടില്ല. ഞങ്ങൾ ഭയങ്കര കറക്കമായിരുന്നു. വേറെ ഒന്നുമല്ല, അവിടെ കുറേ കുട്ടികളെ കൊണ്ടുവന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു സ്കൂളിൽ നിന്നൊക്കെ. അപ്പം ഇങ്ങനെ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ. അപ്പം പിന്നെ ഇവിടെ ആണെന്നുണ്ടെങ്കിലും നല്ല ഓഫറാണല്ലോ നമ്മുടെ ലുലു ഫാഷൻ സ്റ്റോറിലും. അപ്പോൾ ആളുകൾ ഇവിടെയും ഇങ്ങനെ കുഞ്ഞായിട്ട് തിരക്ക് കൂടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ബില്ലിങ്ങിൻ്റെ ഓഫർ ബില്ലിങ്ങിൻ്റെ റഷിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ പാക്കിംഗ് വീഡിയോ വരുന്നുണ്ട്, എല്ലാവരും കാണണം. ബൈ, സീ യു.